അമേരിക്കയുടെ പിടിവാശിക്ക് വഴങ്ങി റഷ്യയുമായി പരിപൂർണമായ ബന്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ ഇടപാടുകൾ തുടരും. അതിന്റെ തുടർച്ചയായി ഈ വരുന്ന ഡിസംബറിൽ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. റഷ്യയുമായുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയുടെ പടിപടിയായി ബന്ധം ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം. ഇതിന്റെ സൂചനയാണ് ട്രംപ് ഇന്നലെ വൈറ്റ് ഹൌസിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സൗഹൃദത്തിലാണെന്നും ഇടക്കാലത്തുണ്ടായ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഞങ്ങൾ തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾ ഏറെ വൈകാതെ അവസാനിപ്പിക്കുമെന്നും റഷ്യയുമായുള്ള എണ്ണ ഇടപാട് ഇന്ത്യ കുറച്ചു വരുന്നെന്നും ഒക്കെ ഇന്നലെ ട്രംപ് തുറന്നു പറഞ്ഞു. മോദി ഒരു വലിയ മനുഷ്യനാണ്, ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, അതുകൊണ്ട് ആ രാജ്യം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, ഞാൻ ആ രാജ്യത്തേക്ക് ഏറെ വൈകാതെ പോകും എന്ന് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചു. എന്ന് വെച്ചാൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യ സന്ദർശിച്ച് മടങ്ങി ഏറെ വൈകാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയിലേക്ക് എത്തുമെന്നർത്ഥം. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകുന്നു. ഈ വർഷം ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന ക്വാഡ് സമ്മേളനത്തിൽ ട്രംപ് എത്തുമോ എന്ന കാര്യത്തിൽ. 7ാമത്തെ ക്വാഡ് സമ്മേളനമാണ് ഡൽഹിയിൽ വെച്ച് ഈ വർഷം നടക്കുന്നത്. ക്വാഡ് അമേരിക്കയും ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും ചേർന്നുള്ള പ്രത്യേക സുരക്ഷാ സഖ്യമാണ് ക്വാഡ്. 7 വർഷം കൊണ്ട് രൂപം കൊണ്ട ഈ സഖ്യം ശക്തമായി തന്നെ മുമ്പോട്ട് പോകുന്നു. ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും ക്വാഡ് സമ്മേളനങ്ങൾ ഇതിനു മുമ്പ് നടത്തിയെങ്കിലും ഇന്ത്യ ആദ്യമായാണ് ഈ വർഷം അതിന് ആതിഥേയത്വം ഒരുക്കുന്നത്. ആ യോഗത്തിലേക്ക് ട്രംപ് വരുമോ എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെയെങ്കിൽ പുടിന് മുമ്പ് തന്നെ ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്ന സാഹചര്യം ഒരുങ്ങും. എന്നാൽ അതേക്കുറിച്ച് വ്യക്തമായ ഒരു സൂചനയും ട്രംപ് നൽകിയിട്ടില്ല. ഇന്ത്യ സന്ദർശിക്കും, അത് തീർച്ചയാണ് എന്ന് ട്രംപ് പറയുമ്പോഴും എന്ന് സന്ദർശിക്കും എന്ന് വ്യക്തതയില്ല.